നമസ്കാരം. തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വലിയ കഷ്ടകാലം ആണ് എന്ന് തോന്നുന്നു. ഇന്നലെ അഭിഷേക് ബാനർജി, ഇന്നിതാ കല്യാൺ ബാനർജി. ഒരു കാലത്ത് ബംഗാളിനെ അടക്കി ഭരിച്ച നേതാക്കന്മാരെയൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോൾ കൂകി വിളിച്ചും ചീമുട്ട എറിഞ്ഞുമൊക്കെയാണ് ജനം ഇപ്പോൾ നേരിടുന്നത്. എന്തായാലും പ്രവൃത്തി ദോഷം എന്നല്ലാതെ മറ്റൊന്നും ഇതിനകത്ത് പറയാനില്ല. ഇന്ന് കല്യാൺ ബാനർജിക്ക് നേരെ ഒരു വലിയ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. കരിങ്കൊടി പ്രകടനമൊക്കെയാണ് നടന്നത്. പക്ഷേ ചിലപ്പോൾ ഈ കരിങ്കൊടി കാണിച്ചാൽ തന്നെ ചിലരുടെയൊക്കെ കഴുത്തിന് ഉറ വീഴും. അവർ പിന്നെ ഐസിയുലാകും. ആരും കാണാതെ ചിലപ്പോൾ ഐസിയുവിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കല്യാൺ ബാനർജി ഒന്നും കുറയ്ക്കാൻ പാടില്ലല്ലോ. കല്യാൺ ബാനർജിയും ഒരു അഭിനയം അങ്ങ് നടത്തി. തലയിൽ ഏതോ വെള്ള തുണിയൊക്കെ വെച്ച് മറച്ചു പിടിക്കുന്നുണ്ട്, രക്തം ഒഴുകി പോകുന്ന രീതിയിൽ. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ TMCയുടെ നേതാക്കന്മാർ ജനങ്ങളെ നേരിട്ടത്, അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ജനവും തിരിച്ചു നേരിടുന്നത്. അത്ര മാരകമായിട്ടല്ല, പക്ഷേ അവരുടെ പ്രതികരണങ്ങൾ അവർ രേഖപ്പെടുത്തുന്നുണ്ട്. 2021 തെരഞ്ഞെടുപ്പിന് ശേഷം എന്തായിരുന്നു ബംഗാളിൻ്റെ അവസ്ഥ? അവിടെ ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. പീഡിപ്പിക്കപ്പെട്ടാൽ പോലും സ്ത്രീകൾക്ക് പരാതിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെ ബംഗാളിൽ ഉണ്ടായിരുന്നില്ല. അത്രമാത്രം ഭയാനകമായ രീതിയിലായിരുന്നു TMCയുടെ ഗുണ്ടകൾ അവിടുത്തെ ഹിന്ദുക്കളുടെ വീടുകളിലേക്ക് കടന്നു കയറിയതിന് ശേഷം അവിടുത്തെ സ്ത്രീകളെ പീഡിപ്പിക്കുകയും പുരുഷന്മാരെ കൊന്നുതള്ളുകയും ചെയ്യുന്ന മാരകമായിട്ടുള്ള ദൃശ്യങ്ങൾ അപ്പാടെ ബംഗാളിൽ അങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു. ഇവിടെ കേരളത്തിൽ പോലും ഈ TMC നേതാക്കന്മാർക്കെതിരെ പരാതി പറയുന്ന ഘട്ടമെത്തിയപ്പോൾ ഒഴിവാക്കുകയായിരുന്നു. മാധ്യമങ്ങൾ അടക്കം അവർ നേരിട്ട ക്രൂരതകളെ ഒഴിവാക്കുകയായിരുന്നു. ഒരു മാധ്യമപ്രവർത്തക എടുത്തു പറഞ്ഞത്, ഞങ്ങൾക്ക് അവിടുത്തെ സംഘികൾക്ക് എന്തെങ്കിലും വന്നാൽ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് നമ്മുടെ നാട്ടിലെ പ്രമുഖ ആയിട്ടുള്ളൊരു മാധ്യമപ്രവർത്തക ഫോൺ വിളിച്ച് പറഞ്ഞ ഒരു പ്രേക്ഷകനോട് പറഞ്ഞത്. അത്രമാത്രം നമ്മുടെ നാട്ടിൽ പോലും അവിടെയുള്ള മനുഷ്യരെ ആക്രമിക്കുന്നതിനെ നിസ്സാരവത്കരിക്കുകയായിരുന്നു. ഏത് ന്യൂസ് ചാനലുകളാണോ ഇത്തരം അപരിഷ്കൃതമായിട്ടുള്ള ഓപ്പറേഷൻസ് ഇന്ത്യക്കുള്ളിൽ നടന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്, അവരുടെ ഭാഗത്തു നിന്ന് വന്ന റിപ്ലൈ ആണിത്. അപ്പോൾ ഈ തരത്തിൽ അവിടുത്തെ ജനങ്ങൾ ആകെ ഒറ്റപ്പെടുന്ന അവസ്ഥയിലായിരുന്നു. ആ ഒറ്റപ്പെട്ടിരുന്ന ജനതയ്ക്ക് ഇപ്പോൾ ഒരു ആശ്വാസമായി മാറിയിരിക്കുകയാണ് സുവേന്ദു അധികാരി സർക്കാർ. വർഷങ്ങളായിട്ട് ബംഗാളിനെ പീഡിപ്പിച്ചിരുന്ന ബംഗ്ലാദേശി മൈഗ്രേഷൻസ് അതിനൊരു അറുതി വരുത്തി. 600 കിലോമീറ്റർ ഭൂമിയാണ് ഇപ്പോൾ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട്, വേലി കെട്ടുവാൻ വേണ്ടിയിട്ട് BSFന് കൊടുത്തത്. നേരത്തെ മമത ഇതിന് തയ്യാറായിരുന്നില്ല. ഇപ്പോഴിതാ സുവേന്ദു അധികാരി സർക്കാർ വന്നുടനെ ആദ്യത്തെ നടപടിയും അതായിരുന്നു. അതിലും അവിടുത്തെ ജനതയ്ക്ക് വലിയ ആഹ്ലാദമാണ്. കാരണം ബംഗ്ലാദേശികൾ അവിടെ നിന്ന് നുഴഞ്ഞു കയറി വന്നവരുടെ പശുവിനെയൊക്കെ അടിച്ചുകൊണ്ട് പോവുകയില്ലല്ലോ, അതോടൊപ്പം തന്നെ മറ്റ് കഷ്ടപ്പാടുകളൊന്നും തങ്ങളെ വരുത്തി തീർക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് വലിയ ആശ്വാസമാണ്. ഇതിനിടയിൽ മാധ്യമങ്ങൾ എടുത്ത ബൈറ്റിലൊക്കെ അവർ ഈ രീതിയിലാണ് പ്രതികരിച്ചത്. ഷെയ്ഖ് ഷാജഹാനെ പോലുള്ള ഒരു ഭീകരവാദി ബംഗ്ലാദേശി ഇവിടെ വന്ന് പൊതുനിരത്തിൽ നിന്ന് പ്രസംഗിച്ചത്, ഞാനൊരു ബംഗ്ലാദേശിയാണ്, ഇവിടുത്തെ ഹിന്ദുക്കളെ ഞാൻ ആക്രമിക്കും എന്നൊക്കെയാണ്. അപ്പോൾ ഈ രീതിയിൽ അവിടെ ഒരു ഗുണ്ടാ സംഘത്തെ വളർത്തിയെടുത്തു കൊണ്ടുവരികയായിരുന്നു TMCയും കൂട്ടരും. അവിടുത്തെ ഓരോ ഗുണ്ടകളും ഇപ്പോൾ അകത്താകുകയാണ്. അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ അവരെ പിടിച്ച് കഴുത്തിൽ തൂക്കിയെടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് കൊടുക്കുകയായിരുന്നു. ഒരു TMC ഗുണ്ടയെ ജനം നേരിട്ടതാണെങ്കിൽ സമാനതകളില്ലാത്ത രീതിയിലായിരുന്നു. അതായത് ഹഫ്ത പിരിക്കുവാൻ വേണ്ടി ചെന്നപ്പോൾ ഇയാളെ അടിച്ചോടിക്കുകയായിരുന്നു ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെയും. അത്തരത്തിൽ എങ്ങനെയാണോ ബംഗാളിലെ ഗുണ്ടകൾ അവിടുത്തെ സാധാരണ ജനത്തെ നേരിട്ടത്, അതിനൊക്കെയും പകരം വീട്ടി തുടങ്ങിയിരിക്കുകയാണ് ജനം. രമ്യഹർമ്മ്യങ്ങളിലാണ് ലോക്കൽ TMC നേതാക്കന്മാർ പോലും താമസിക്കുന്നത്. ഇവർ ബ്രോത്തലുകൾ, ഇവർ വേശ്യാലയങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ പലതരത്തിലാണ് നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടികളുമായിട്ട് ഇവർ മുമ്പോട്ട് പോയിരുന്നത്. പക്ഷേ സുവേന്ദു അധികാരി സർക്കാർ അധികാരമേറ്റ ഉടനെ തന്നെ ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയൊക്കെയും ബംഗാളിൽ നിന്ന് പുറന്തള്ളുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ബംഗ്ലാദേശികളെ അതേപോലെ പുറത്തള്ളുക ആയിരുന്നു സുവേന്ദു അധികാരി. എന്തായാലും ഫെൻസിങ് പൂർണ്ണമാകുന്നതോടുകൂടി ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു നുഴഞ്ഞുകയറ്റത്തിന് ഒരു പരിധിവരെ അറുതിയുണ്ടാകും. ഈ ഫെൻസിങ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പോലും ബംഗ്ലാദേശിൽ നിന്ന് നിരന്തരം കല്ലേറുകളായിരുന്നു ഉണ്ടായിരുന്നത്. കശ്മീരിൻ്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു ബംഗാളിലും. അപ്പോൾ ആ രീതിയിൽ അവിടുത്തെ മനുഷ്യരെ ദ്രോഹിക്കുന്ന, ചൂഷണം ചെയ്യുന്ന
ആൾക്കാർക്കെതിരെ ജനങ്ങൾ ഒരുമിച്ച് സംഘടിച്ച് പോരാടുന്നു. അത്രമാത്രമാണ് ഇപ്പോൾ ബംഗാളിൽ സംഭവിക്കുന്നത്. അല്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള ഒരു കൊലപാതകമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അടുത്ത 5 വർഷത്തേക്ക് അജയ്പാൽ ശർമ്മ എന്ന IPS സിംഗം തന്നെ പശ്ചിമ ബംഗാളിലേക്ക് നിയമിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പശ്ചിമ ബംഗാളിനെ ശാന്തമായ ഒരു സംസ്ഥാനമാക്കി മാറ്റിയെടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ ഒരു സംസ്ഥാനത്തെ ഒരു ഇൻഡസ്ട്രിയൽ ഗാർഡനാക്കി മാറ്റുക, ഒരു വ്യാവസായിക ഉദ്യാനമാക്കി ബംഗാളിനെ മാറ്റിയെടുക്കുക എന്നത് തന്നെയാണ് സുവേന്ദു അധികാരി സർക്കാരിൻ്റെ ലക്ഷ്യം. പ്രഖ്യാപിതമായിട്ടുള്ള താല്പര്യവും അത് തന്നെയാണ്. പാകിസ്ഥാനിലേക്ക് ചാരവൃത്തി നടത്തി ജീവിക്കുവാനല്ല ബംഗാളികളെ അദ്ദേഹം പ്രേരിപ്പിക്കുന്നത്, അഭിമാനത്തോടുകൂടി തൊഴിൽ ചെയ്യുവാനാണ്. കേന്ദ്ര പദ്ധതികൾ ഓരോന്നോരോന്നായിട്ട് ബംഗാളിൽ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. മമത അന്ധമായ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ ഇതൊന്നും തന്നെ ചെയ്തില്ല. ഇങ്ങ് കേരളത്തിലും അത് തന്നെയായിരുന്നു അവസ്ഥ. കേരളത്തിലെ ജനം പിണറായി വിജയനെ തൂത്ത് തുടച്ച് പുറത്തേക്ക് കളഞ്ഞപ്പോൾ ഇതാ മമതാ ബാനർജിക്കും അതേ അവസ്ഥ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും മമതയ്ക്ക് ഇനി പുറത്ത് കടന്ന് പല കാര്യങ്ങളും സംസാരിക്കാമെന്നല്ലാതെ ഉള്ളിൽ കയറാൻ വലിയ പാടായിരിക്കും. മമത അത്ര ക്രൂരമായിട്ടാണ് അവിടുത്തെ ജനങ്ങളെ ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പോലും, അതായത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം പോലും ഇൻഷാ അള്ളാ നിങ്ങൾ TMCക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. ആരുടെ പ്രതികരണം? തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതികരണം ഉണ്ടാകും എന്നാണ് ആ സമയത്ത് ഈ പറയുന്ന മമതയും മമതയുടെ കൂട്ടരും പറഞ്ഞത്. ഇത്തരത്തിൽ വലിയ ക്രൂരമായിട്ടുള്ള ആക്രമണ പദ്ധതികളും ബംഗാളിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന അവർ കണ്ടില്ല സാധാരണ ജനം ഇതിനെതിരെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന്. സാധാരണ ജനത്തെ ഒരു രീതിയിലും നായ്ക്കളെ പോലെയോ പുല്ല് പോലെയും ഒക്കെയാണ് ഇവർ കണ്ടിരുന്നത്. ഇവർ രമ്യഹർമ്മ്യങ്ങളിൽ വലിയ രീതിയിൽ വലിയ ബംഗ്ലാവിനുള്ളിൽ വിശിഷ്ടങ്ങളായിട്ടുള്ള ആഹാരങ്ങളും കഴിച്ച് സ്വർണ്ണ കിടക്കയിൽ കിടന്ന് അന്തിമയങ്ങുമ്പോൾ സാധാരണ ജനം ജീവിക്കുവാൻ പോലും പറ്റാതെ പട്ടിണി കിടന്ന് ഉഴലുകയായിരുന്നു. ഒരു വലിയ ക്ഷാമത്തിന് കൂടി കാരണമായനെ അടുത്ത 5 വർഷം കൂടി മമതാ ബാനർജി അവിടെ ഭരിച്ചിരുന്നെങ്കിൽ. ഇന്നലെ അഭിഷേക് ബാനർജിക്ക് ഉണ്ടായ അപകടത്തിൽ മമത വല്ലാതെ ഉലച്ചിട്ടുണ്ടായിരുന്നു. അഭിഷേക് ബാനർജിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുപോയതിന് ശേഷം പോലും ആശുപത്രിയിൽ ഈ രീതിയിൽ അഭിഷേക് ബാനർജി ICUവിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമതാ ബാനർജി വലിയ പ്രക്ഷോഭമൊക്കെ നടത്തി. എന്നാൽ കാര്യമായ ഒരു കുഴപ്പവും അഭിഷേക് ബാനർജിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും അവർ പല കാര്യങ്ങൾക്കും ശ്രമം നടത്തുന്നുണ്ട്. അവരുടെ ഭീകരവാദത്തെ മറച്ചു വയ്ക്കാൻ ജമാഅത്തെ മുജാഹിദീൻ ബാംഗ്ലാദേശുമായിട്ടുള്ള അവരുടെ അജണ്ടയെ മറച്ചു വയ്ക്കുവാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളും, അതായത് ഇപ്പം പുറത്താക്കപ്പെട്ടില്ലേ, പുറത്ത് വരുന്നില്ലേ ഈ വാർത്ത, അതൊക്കെ കൊണ്ട് വല്ലാത്ത ഒരു അവസ്ഥയിലാണ് മമതാ ബാനർജി. എന്തായാലും ജനം ഒന്നടങ്കി ഇളകി പ്രതികരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇനി കൈയെടുത്തുയർത്തിയാൽ തീർച്ചയായിട്ടും വലിയ പ്രതികരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.